കൊടും ക്രിമിനൽ റിയാസിനെ എങ്ങനെ പോലീസ് കീഴ്പ്പെടുത്തിയെന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കാനാവില്ലെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് പി പ്രകാശ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രദേശം എവിടെയേ ഉള്ളൂ. ഇങ്ങനെ ഒരു വെള്ള ആൾട്ടോ കാറിൽ കാസർഗോഡ് ടൗണിൽ കറങ്ങുന്നുണ്ട്. അവിടെ നിന്ന് ഒരു മംഗളാപുരത്തേക്ക് എസ്കേപ്പ് ആകാൻ നോക്കുന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. സോ അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ആ കാറെ പിന്തുടർന്നു. നമ്മളുടെ ടീം പിന്തുടർന്നപ്പോൾ റിയാസ് ഇറങ്ങി രക്ഷപ്പെടാൻ നോക്കി. ഫോർട്ട് റോഡിൽ നിന്നും റിയാസ് ഇറങ്ങി രക്ഷപ്പെടാൻ നോക്കി. കാസർഗോഡ് ടൗണിൽ നോക്കിയപ്പോൾ നമ്മൾ ടീം പുറകിൽ പോയി ഇറങ്ങി പിടിച്ചു. ഇത് നമ്മൾക്ക് ഒരു വലിയ വിജയം തന്നെ. അത്രയും ഒരു എക്സ്പേർട്ട് ക്രിമിനൽ രക്ഷപ്പെട്ടിട്ട് 3 ദിവസത്തിൽ നമ്മളുടെ അന്വേഷണം മാത്രം പിടിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ വിജയം തന്നെ. ഇത് അയാൾ കറക്റ്റായിട്ട് നമ്മളെ ട്രാപ്പിലാണ് വന്ന് വീഴുന്നത്. സോ നമ്മൾ ട്രാപ്പിട്ടാണ് പിടിച്ചത്. സോ അത് തന്നെ ഒരു വലിയ സക്സസ് ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെ ബസ്സിൽ വന്നോ ട്രെയിനിൽ വന്നോ നമ്മൾക്ക് പറയാൻ പറ്റില്ല. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നത് സത്യം എടുക്കാൻ പറ്റില്ല. ഇൻട്രോഗേഷൻ മാത്രം അത് തെളിവിക്കും. അല്ല, അങ്ങനെയാണ് അവരുടെ വെർഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെർഷൻ എല്ലാ പ്രാവശ്യം വെർഷൻ ഒരു എസ്കേപ്ഡ് ഒരു പ്രശ്നയുടെ വെർഷൻ ശരിയാക്കുന്ന ആവശ്യമില്ല. സോ ഇതെല്ലാം ഇൻട്രോഗേഷൻ വന്ന് വെരിഫൈ ചെയ്യണം. അത് പോയ വിവരങ്ങളെല്ലാം എടുത്തിട്ട് അവിടെയും ചോദിക്കേണ്ടി വരും. അവിടുത്തെ ആൾക്കാർ കോയമ്പത്തൂരുള്ള പോയോ എന്നുള്ള വെരിഫൈ ചെയ്യേണ്ടി വരും അവിടെ പോയിട്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ട്രാപ്പിട്ടാണ് പിടിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അത് പോലീസിന്റെ ഒരു കഴിവ് കൊണ്ടാണ് പിടിച്ചത്. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അത് പറയാൻ കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്. അത് കൂടുതൽ പറയാൻ കഴിയില്ല. ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്ത് പിടിച്ചതാണ്. സോ അതുകൊണ്ട് സഹായിച്ച ആൾക്കാരെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. സോഴ്സസ് 2 ദിവസമായി റിയാസ് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് SP പ്രകാശ് പറഞ്ഞു. ആൾട്ടോ കാറിൽ സഞ്ചരിക്കുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. 40 രൂപ മാത്രം കയ്യിലുള്ള റിയാസ് കാസർഗോഡ് കാമുകിയുടെയും സുഹൃത്തുക്കളുടെയും സഹായം തേടിയിരുന്നു. ഇതിനെ തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ റിയാസിനെ പിന്തുടർന്ന പോലീസിന്റെ വാഹനം ഫോർട്ട് റോഡിൽ വെച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു. കാർ കട്ടറിൽ വീണപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച റിയാസിനെ ബലപ്രയോഗത്തിലൂടെ പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു. കോൺസ്റ്റബിൾ രാജേഷിന്റെ കൈയൊടിയുകയും ചെയ്തു. ആൾട്ടോ കാർ ഓടിച്ചത് റിയാസ് ആയിരുന്നില്ല. റിയാസ് ക്രിമിനലാണെന്ന് ബോധ്യപ്പെട്ട ഡ്രൈവർ ബോധപൂർവം കാർ കട്ടറിൽ വീഴ്ത്തി പോലീസിന് റിയാസിന് പിടികൊടുക്കുകയായിരുന്നു.